ചൂടിനൊരു ശമനത്തിന് വേണ്ടി സ്വല്പം കഴിക്കാനൊരു സംഭവം ഉണ്ടാക്കാം. വെറും കസ്റ്റാർഡ് അല്ല, ഞാൻ പറഞ്ഞത് കേട്ടോ, തിക്കായിട്ടല്ല, ലിക്വിഡ് ഫോമിലാണ്. ഇനിയാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. ഹൗ ഈസ് ഇറ്റ്? അപ്പയ്ക്ക് വന്നത് സാധനം കണ്ടോ? വേനൽക്കാലത്ത് ഫ്രൂട്ട്സ് കുറച്ച് ഉള്ളി ചെല്ലും. സമയം 3 മണി, ഇപ്പൊ ചായയുടെ സമയമാണ് 3:30. പക്ഷെ ചായ ശരിയാക്കാം. അതിനു മുമ്പ് ചൂടിനൊരു ശമനത്തിന് വേണ്ടി സ്വല്പം കഴിക്കാനൊരു സംഭവം ഉണ്ടാക്കാം. അതായത് സാധാരണ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എനിക്കിഷ്ടം ഇത് നല്ല തിക്കായിട്ടിരിക്കണം, കുറുകി. അതായത് ഒരു കസ്റ്റർഡ് പുഡിംഗ് ഉണ്ടാക്കാനാ. പുഡിംഗ് എന്ന് പറയാലോ, അല്ലെങ്കിൽ ഫ്രൂട്ട് സലാഡ്. വേണ്ട വേണ്ട വേണ്ട. ആദ്യമായിട്ട് അല്ല, നമ്മള് ചൂടിനൊരു ശമനത്തിന് വേണ്ടി ഒരു ചെറിയൊരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ പോവാ. സാധാരണയായിട്ട് നമ്മൾ ചെയ്യാറ് കട്ടയായിട്ടുണ്ടാക്കി ഫ്രൂട്ട്സ് ഒക്കെ അരിഞ്ഞിട്ട് ചെയ്യുക പതിവ്. ഇന്നൊരു വ്യത്യസ്തതയായിട്ടിരിക്കട്ടെ, സ്വല്പം ലിക്വിഡ് ഫോമിൽ ചെയ്യാം. ഏത് ഫോം ആണെങ്കിലും മധുരം ആയതുകൊണ്ട് ഞാൻ ഇൻടേക്ക് അധികം ഇല്ല. മധുരം ഓരോ സംഗതി, ചക്കപ്പഴം മധുരം, വാഴപ്പഴം മധുരം, മാമ്പഴം മധുരം, ഓരോ സംഗതി അങ്ങനെ മധുരം കഴിച്ചാൽ അധികം ഹെൽത്തിന് എനിക്ക് നല്ലതല്ല. അതുകൊണ്ട് അപ്പം നമുക്ക് ഏതായാലും തയ്യാറാക്കി വെക്കാം. എന്നിട്ടത് ചൂട് പാലിൻ്റെ ഒക്കെ ചൂടാറിയിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുകയും വേണം. ശരിക്കും ഉച്ചയ്ക്ക് മുമ്പ് ചെയ്ത് വെച്ചാൽ ഈ സമയത്ത് കഴിക്കായിരുന്നു. പക്ഷെ അന്നേരം നമുക്ക് ഇതൊക്കെ കസ്റ്റർഡ് ഇതൊക്കെ പൗഡറൊക്കെ ഇവള് മേടിച്ചുകൊണ്ട് വന്നായിരുന്ന ഈ സേമിയ ഇടുന്ന കാര്യം ഞാൻ ഓർത്തില്ല. പിന്നെ ഇവിടുന്ന് പാലും സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പുറത്ത് പോയ സമയത്താണ് ഇത് മേടിക്കാൻ പറഞ്ഞു വിട്ടത്. ഇത് കിട്ടാൻ വൈകിയത് കൊണ്ടാണ് താമസിച്ചു പോയത്. പിന്നെ അന്നേരത്തേക്കും 1 മണിയായി, ഊണ് കഴിക്കാറായില്ലേ. പിന്നെ നട്ടുച്ചയ്ക്ക് ഇവിടെ നിൽക്കാൻ പറ്റൂല. അപ്പം നമുക്ക് എന്നാൽ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് ഒരു മയക്കം കഴിഞ്ഞ് വെച്ചൊന്ന് എടുക്കും. മയങ്ങുമല്ല, ചുമ്മാ കിടക്കണം കേട്ടോ, ഫാനൊക്കെ ഇട്ട് ഉണ്ടാക്കാമെന്ന് ഓർത്താണ് ഇച്ചിരി ഡിലേ ആയത് കേട്ടോ. അപ്പോൾ വൈകുന്നേരം കഴിക്കാൻ നമുക്ക്. അപ്പം നമുക്ക് തുടങ്ങാം. അതിന് ഞാൻ 1 കവർ പാലേ എടുത്തിട്ടുള്ളൂ, അത് മതി. ഞാൻ പറഞ്ഞില്ലേ സ്വല്പം ടേസ്റ്റ് ചെയ്യണേ ഉള്ളൂ. ഇവള് വേണമെങ്കിൽ ബാലൻസ് ഉള്ളത് കഴിച്ചോട്ടെ. അപ്പം നമുക്ക് ആദ്യം സ്വല്പം അതിൽ നിന്ന് പച്ചപ്പാല് എടുത്തേച്ച് കസ്റ്റർഡ് ഇട്ട് അതൊന്ന്, വെറും കസ്റ്റാർഡ് അല്ല, മാംഗോ, അതൊന്ന് പറഞ്ഞേക്കാം. ഭയങ്കര ടേസ്റ്റ് ആണ് ഈ മാംഗോ കസ്റ്റാർഡ്. എനിക്ക് ഒത്തിരി ഇഷ്ടം അതിന്റെ ഫ്ലേവർ. എനിക്ക് മാത്രല്ല, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ടിപ്പിക്കൽ മാംഗോയുടെ രുചിയാട്ടോ. ഇത് വാനിലയുടെ ആണോ? അല്ല, മാംഗോ കസ്റ്റാർഡ്. മാംഗോ, മനസ്സിലായി. ഇപ്പൊ വാനിലയാണ് കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ മാംഗോ സീസൺ അല്ലേ. മാംഗോ ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് ഈ പാലിന്റെ കൂടെ, ആ പൗഡർ പാലിന്റെ കൂടെ ചേർത്താൽ മതി. പൗഡർ അല്ല, പൾപ്പ്. അത് തന്നെ, അത് തന്നെ. ശരി, ഓക്കെ. അത് പാലിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കസ്റ്റാർഡ് ഇട്ട് കുറുക്കിയാലും മതി. എന്തോരം വേണം? അത്രേ മതി. ഇത് മതി, 1 കവർ പാല്. പിന്നെ ഞങ്ങള് വളരെ തിക്കായിട്ട് എടുക്കണില്ല എന്ന് പറഞ്ഞല്ലോ, അത് കാരണം അത് ക്വാണ്ടിറ്റി അത് മതി കേട്ടോ. ഇത് നമുക്ക് റബ്ബർ ഇട്ട് ഫ്രിഡ്ജിൽ ഇത് വെക്കണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തുറന്നെടുത്തില്ല, സർബത്തിന്റെ ഫോമിലാണ് നമ്മൾ ഉദ്ദേശിക്കണത് കേട്ടോ, ഉദ്ദേശിക്കണത്. അപ്പൊ ഇത് ഇവിടെ മൂടിയിരിക്കട്ടെ. ആ സമയത്ത് ദേ പാല് നമുക്ക് പൊട്ടിച്ചേനയിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 1/2 ലിറ്റർ ഇതാട്ടോ പാലാട്ടോ എടുത്തേക്കണേ, 1 കവർ. അതിൽ നിന്ന് സ്വല്പം ഇതിനു വേണ്ടി മാറ്റിയെടുത്തു. നമുക്ക് കിട്ടുന്നത് എപ്പോഴും ബാമ്പിനോട് സേമിയ കിട്ടിയത്. ഞാൻ പറഞ്ഞു ചെറിയ പാക്കറ്റ് മേടിക്കാവോളെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ബാമ്പിനോട് സേമിയാണ് കിട്ടിയത്, റോസ്റ്റഡ് സേമിയാണ്. അതിൽ നിന്നൊരു സ്വല്പം ഇതിലേക്ക് ഇട്ട് ഇതിന്റെ കൂടെ ഇട്ട് ഇളക്കി, ഇത് വേവുകയും ചെയ്യണമല്ലോ, വേവിച്ച് ഇതും ചേർത്ത് കുറുക്കിയെടുക്കാം. ആദ്യം ഇതൊന്ന് ഇളക്കി പതുക്കെ ഇതൊന്ന് സേമിയ ഒന്ന് വേവട്ടെ കേട്ടോ. ഞാനെന്നാ സ്വല്പം ഇതിലേക്ക് ഇടട്ടെ. റോസ്റ്റഡ് സേമിയെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ദേ എന്താട്ടോ, അതെ ഇതുപോരെ മതിയോ? 1 കവർ പാലല്ലേ ഉള്ളൂ. ഇത് നമുക്കേ ഐസിന്റെ ഇതുണ്ടാക്കാനും പിന്നെ വേണമെങ്കിൽ ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ഉപ്പുമാവ് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. വെജിറ്റബിൾ ഒക്കെ ഇട്ട് ഐസ് ക്യാൻഡി വെജിറ്റബിൾ ഒക്കെ ഇട്ട് ഇതുണ്ടാക്കാനും നല്ലതല്ലേ ഉപ്പുമാവിന്. ഏതെങ്കിലുമൊക്കെ ചെയ്യാം. 1 കവർ ആയതുകൊണ്ട് ഇത്രയും സേമിയ മതി. ഇതിന് സേമിയ ഒരുപാടായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു ഇത് മതി. ഇത് നമുക്കൊന്ന് ഇളക്കി പതുക്കെ ഒന്ന് കുക്കാവണ്ട, പതുക്കെ ഒന്ന് ഇതായി കഴിയുമ്പോൾ പൗഡർ ചേർത്ത്, പഞ്ചസാര ഇടണ്ടേ? ഈ കസ്റ്റേർഡ് പൗഡറും കൂടെ ചേർത്ത് പതുക്കെ വറ്റിക്കാം കേട്ടോ. പഞ്ചസാര ഇടാം. പഞ്ചസാര എടുത്തോണ്ട് വരട്ടെ, എടുക്കട്ടെ കേട്ടോ. 2 സ്പൂൺ മതി കേട്ടോ, മധുരം അധികം വേണ്ട. അല്ല, ഫ്രൂട്ട്സിന് മധുരം ഉണ്ട്. മതി മതി. അപ്പൊ പക്ഷെ ഒരു കാര്യമുണ്ട്, പറയും മധുരം ഇല്ല, കുഴപ്പമില്ല അല്ലേ? അത് സാരമില്ല, കുഴപ്പമില്ല. അപ്പയ്ക്ക് വേണമെങ്കിൽ ഇച്ചിരി തേനൊക്കെ ഇട്ടു. വേണ്ട, ഫ്രൂട്ട്സ് ഒക്കെ ഇടണ്ട. അങ്ങനെ തേനും ചൂട്ടും മധുരം അങ്ങനെ ശീലിപ്പിക്കണ്ട. അല്ലെങ്കിൽ ഒരു പണി ചെയ്യാം, നമുക്ക് കസ്റ്റാർഡ് ഉണ്ടാക്കി കഴിഞ്ഞ ഒരു ഇച്ചിരി പൈനാപ്പിൾ ജാം ആഡ് ചെയ്യാം. അത് ചെയ്യാൻ വേണമെങ്കിൽ ഇതിലിരിപ്പുണ്ടല്ലോ. നോബിയുടെ സീന അല്ലേ? മധുരം മതി. അത് മതി. എടി, മധുരം
ഇത് കുറച്ച് ചെയ്യണം, കാരണം അപ്പം അങ്ങനെയൊക്കെ പറയും എല്ലാത്തിനും മധുരയില്ല ഇതേക്കുണ്ട്. എന്നാ ഗ്യാസ് ഓൺ ചെയ്ത് ചെയ്യാം നമുക്ക്. ഈ ഫാൻ ഓൺ ചെയ്തേക്കുന്നോണ്ട് ഇതിലേക്ക് വെക്കാം. ഇതിലല്ലേ ഈ സാധനം ഇരിക്കണത്, അതുകൊണ്ടല്ല കേട്ടോ. ഈ സൈഡാകുമ്പോൾ കാറ്റ് തീരെ കുറവായിട്ട് അടിച്ചോളിച്ച് ബുദ്ധിമുട്ടുണ്ടാവൂല, ഒട്ടും തന്നെ കാറ്റ് അടിക്കൂല അങ്ങോട്ട്. ഇത് സേമിയ വെന്തു, ഇത് കണ്ടാ അറിയാലോ. ഇത് ചേർക്കുവാണേ മാംഗോ കസ്റ്റാർഡ്. അത് ചേർക്കുമ്പോ കൈ ഇങ്ങനെ ഇളക്കാതെ വെക്കണം. നീ ഈ അവിടെ നിന്ന് പിടിച്ചാൽ എനിക്ക് ഇളക്കാൻ പറ്റില്ല. ഇവിടെ നിക്കാം. ഒഴിച്ചോട്ടെ. പെട്ടെന്ന് അതങ്ങ് മുറുകും. നമുക്ക് പിന്നെ കുഴപ്പമില്ല, നമ്മൾ ഒരുപാട് ഇട്ടിട്ടില്ല. അതുകൊണ്ട് കൂടുതൽ ഇട്ടാലാണ്. ഇതിൽ ഇച്ചിരി ഉണ്ടല്ലോ പക്ഷെ പാലൊഴിച്ചിലേക്ക് ചേർക്കണം. നമ്മൾ ഇച്ചിരി ലിക്വിഡ് ഫോമില് എടുത്തേക്കണത് കാരണം ഇതങ്ങനെ കട്ടയാവൂല. അല്ല കുറച്ച് ഇത് അതുകൊണ്ട് പൗഡർ ചേർത്തോളൂ. ഇത് കൂടുതൽ ഇട്ട് കഴിഞ്ഞാല് നമ്മളിത് ചേർക്കുന്ന അനുസരിച്ചിട്ട് നന്നായി ഇളക്കി കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് കുറുകും. നമ്മള് ലിക്വിഡായിട്ട് നീ പറഞ്ഞല്ലോ, ഇനി ഞാൻ പറയേണ്ട കാര്യമില്ല. അങ്ങനെ കുറുകി വന്നു തുടങ്ങി. ചെറിയൊരു കുറുകലുണ്ട്, അത്രയും മതി. കാരണം നമ്മൾ ലിക്വിഡ് ഫോമിൽ എടുക്കണേന്ന് പറഞ്ഞല്ലോ. ഇനി നമുക്ക് ചെരുവത്തിൽ വെള്ളം വെച്ചങ്ങ് തണുപ്പിക്കാൻ വെക്കാം. അതിന് ശേഷം വേണമല്ലോ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട്. ഓഫ് ചെയ്യട്ടെ. വെള്ളം വെച്ചിട്ടുണ്ട്. കൂടുതൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ മുങ്ങിപ്പോയി നമ്മൾ അറിയൂലല്ലോ. അതുകൊണ്ട് ഇനി നമുക്ക് ആ ഫുഡ് കവർ ഇട്ടങ്ങ് മൂടി വെച്ചേക്കാം അല്ലേ. ഇനിയിപ്പോൾ വിളുമ്പി പോവില്ല, വെള്ളം അധികം ഇല്ലാത്തതുകൊണ്ട്. വെള്ളം നകന്നിരുന്ന് കഴിഞ്ഞാൽ തുളുമ്പി പോരും, അതുകൊണ്ടാട്ടോ. അപ്പം ഞാൻ ഈ കവർ വെച്ച് മൂടട്ടെ. എന്നാ മൂടിക്കാം. ഫ്രിഡ്ജിൽ വെച്ച് ഇതായിട്ട് ഫ്രൂട്ട്സ് അരിഞ്ഞാൽ മതിയല്ലോ. അത് അന്നേരം അരിഞ്ഞാൽ പോരെ, തണുപ്പിച്ചതിന് ശേഷമാണ്. അല്ല, അന്നേരത്തേക്കും ഫ്രൂട്ട്സ് അരിഞ്ഞാൽ മതി, ഇപ്പോഴേ അരിഞ്ഞ് വെക്കണ്ട. ആപ്പിളൊക്കെ കറക്കും. മൂടി വെച്ചേക്കാം. വെള്ളത്തിൽ ഇറക്കി വെച്ച് നന്നായിട്ട് തണുത്തു കേട്ടോ. റൂം ടെമ്പറേച്ചറായി. ഇത്രേ ഉള്ളൂ. അത് പോരെ. ഇതില്ലേ, ഇതിലിരിക്കണത് ഞാൻ ഇതിലേക്ക് ഒഴിക്കണില്ല. കാരണം ഇവിടെ ചില പൂച്ചകളുണ്ട്. അതെ, പല വർണ്ണങ്ങളായിരുന്നു. ഇല്ല, അപ്പൊ ഇത് ഞാൻ അടയ്ക്കുവാട്ടോ. സെറ്റാക്കാൻ. സെറ്റ് എന്ന് പറഞ്ഞ ഒന്ന് തണുപ്പിക്കണുള്ളൂ, ചിരണ്ട. ഫ്രിഡ്ജിലേ വെക്കണുള്ളൂ, ഫ്രീസറിൽ വെക്കണില്ല കേട്ടോ. കാരണം ഞങ്ങള് കട്ടയാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ലിക്വിഡ് ഫോമിൽ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് അടച്ചോട്ടെ. എന്നാ അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ ഇപ്പൊ 4 മണിയായാലും ഒരു 5-5 ആകുമ്പോ എടുക്കാം. അടയ്ക്കുവാണേ. ഇത് നല്ല പാത്രം നീ മേടിച്ച, ലാഭത്തിന് കിട്ടുകയും ചെയ്തു. എന്നായിരുന്നു ഇതിന്റെ വില? 358 ഓഫർ കഴിഞ്ഞ് കിട്ടിയത്. ഇത് ബൊറോസിലല്ലേ? നല്ല കട്ടിയാ അതിന്. എനിക്കറിയാം. 2 വലുത് ഇവിടെ ഉണ്ട്. നമ്മളാ പണ്ടുണ്ടാക്കണം. അത് എന്നാന്നോ ഫ്രിഡ്ജ് മേടിച്ചിപ്പോ ഉണ്ട് എടുത്തതാ. വെച്ചേക്കട്ടെ. എന്നാ ഞാൻ തൂത്ത് തരാം. ഇതിന് തണുക്കട്ടെ. അതെ, ഊണ് കഴിഞ്ഞപ്പോഴേക്കും ആപ്പിളിന് പക്ഷെ പുളിയുണ്ടേ. കുഴപ്പമില്ല, ആപ്പിളിന് പുളിയുണ്ട്. ഇപ്പൊ ആപ്പിൾ സീസൺ അല്ലല്ലോ, പുളിയുള്ളതാ എനിക്കിഷ്ടം. ഞാൻ അതുകൊണ്ട് പകുതി എടുത്തോളൂ. പേരക്ക ഇടണില്ല, എത്ര ഫ്രൂട്ട്സ് ഉണ്ട് മതി. ഞാൻ എടുത്തു വെച്ചതാന്നേ. ഇന്നൊരു വെറൈറ്റിക്ക് ഇങ്ങനെ നീളത്തിലൊക്കെയാണല്ലോ അരിഞ്ഞേക്കുന്നത്. ഞാൻ മുന്തിരിങ്ങ ആദ്യം ഓർത്ത് സീഡ്ലെസ് ആണ്. ഞാൻ ആദ്യം ഓർത്ത് അരിയണ്ടാന്ന്. അപ്പൊ ഞാൻ ഓർത്ത് അരിയാതിരുന്ന മുഴുവത്തോടെ ഇട്ട വലുതാ. ഒരു സുഖമില്ല. വേണമെങ്കിൽ ഇത് വട്ടത്തിലരിയാം, പക്ഷെ ഇനിയിപ്പോ നീളത്തിൽ ഇരിക്കട്ടെ. വേണമെങ്കിൽ ഇത് വട്ടത്തിലാക്കാൻ ഇച്ചിരി വേറെ അരിഞ്ഞ്. വേണ്ട, ഇത് മതി. ഇങ്ങനെ ഇരുന്നോട്ടെ. വലുതായിട്ട് കഴിക്കണതല്ലേ രസം. ആദ്യം മുഴുവത്തോടെ ഓർത്ത, പിന്നെ 2ആയിട്ട് അങ്ങ് പുലർന്നു വെച്ചത്. ഇതിപ്പോ നമ്മള് സെക്കൻഡ് ആട്ടോ എടുത്തത്. ഉണ്ടാക്കി അന്ന് നമ്മൾ എടുത്തില്ല, ഫ്രിഡ്ജിൽ തന്നെയായിരുന്നു. സന്ധ്യയായിരുന്നു. ലിക്വിഡ് ഫോമിലാട്ടോ. അത് പറഞ്ഞാല് സർബത്ത് പോലെ. ഉച്ചക്കല്ലേ നമ്മള് ഇതൊക്കെ കഴിക്കണ്ടേ? ഉച്ചക്കും ഉച്ച കഴിഞ്ഞും ചൂടുള്ളപ്പോഴൊക്കെ. ഞാൻ പറഞ്ഞത് കേട്ടോ, തിക്കായിട്ടല്ല, ലിക്വിഡ് ഫോമിലാണ് പറഞ്ഞത്. കട്ടിയായിട്ടല്ല, കുറച്ചൊരു സർബത്തിന്റെ ഫോമിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കാരണം അങ്ങനെ വേണോന്ന് ഓർത്ത് അങ്ങനെ ചെയ്തതാട്ടോ. അതുകൊണ്ട് പൊടി കുറച്ചിട്ടേച്ച് ലൂസാക്കി എടുത്തതാണെന്നാണ് ഉദ്ദേശിച്ചത്. ഇത്രയും മതിയോ ഫ്രൂട്ട്സ് അരിഞ്ഞത്? മതിയാവും. മതി. മുന്തിരിങ്ങയോ? മതിയായിരിക്കും. ആദ്യം കുറച്ച് കസ്റ്റർഡ് ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ. സേമിയ ഉണ്ട്, അതാ അതിലേക്ക്. ലിക്വിഡ് ഫോമിലാന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് മതിയോ അതിൽ ഒഴിച്ചത്? പിന്നെ ഫ്രൂട്ട്സ് ഇട്ടേച്ച് ഒഴിക്കാം അല്ലേ? ഇതുവാണേ ഫ്രൂട്ട്സ് ആദ്യം ഇടുന്നത്. ഓരോന്നോരോന്നങ്ങ് ഇടാം, അങ്ങനെയൊന്നും ഇല്ല. ഓരോന്നോരോന്നങ്ങ് ഇടാം.
പപ്പായ. പായ കയ്യിലുള്ള ഫ്രൂട്ട്സ് എല്ലാം ഇടാട്ടോ. എന്നാക്കെയാ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അല്ലേ? ദേ ഞാലിപ്പൂവൻ പഴം അതും ഉണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതും ഇടാം. കാഷ്യൂ ഒക്കെ വേണമെങ്കിൽ അതും ഇടാം. ഇച്ചിരിയോടെ ആപ്പിൾ ഇട്ട കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് മുന്തിരിങ്ങ കൈ കൊണ്ടങ്ങിടാം. വേണം. മുന്തിരിങ്ങ അവസാനം വേണമെങ്കിൽ ഇടാം. അല്ല അത് ഡെക്കറേഷൻ വേറെ വെക്കാം. ഫ്രൂട്ട്സ് കൂടുതൽ അകത്താക്കാം. അതെ അകത്താക്കാം. ഇനി ഒഴിക്കട്ടെ. സേമിയ ചേർത്ത്. സേമിയ ഉള്ളത് നല്ല ടേസ്റ്റ് ആട്ടോ. ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാട്ടോ സേമിയ ഉള്ള കസ്റ്റർഡ് തയ്യാറാക്കണത്. ഇതിനു മുമ്പ് തയ്യാറാക്കിയിട്ടില്ല നമ്മൾ. ഈ ഫെലൂഡയിൽ കഴിച്ചതല്ല അതല്ലേ? ഫെലൂഡ മേടിക്കുമ്പോൾ അതിലുണ്ടാവുമല്ലോ, അങ്ങനെ കഴിച്ചതല്ലാതെ നമ്മൾ തയ്യാറാക്കിയിട്ടില്ല. നല്ല രുചിയുണ്ട്. പക്ഷെ അത് മേടിച്ചിട്ട് ചെയ്തത് നന്നായി. അത് നന്നായി. അതുകൊണ്ട് ഇച്ചിരി ലേറ്റ് ആയി പോയി ഉണ്ടാക്കി വെക്കാം. പക്ഷെ എങ്കിലും അത് നന്നായി. കാരണം അതിന് വളരെ ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ദേ ഇപ്പൊ ഏകദേശമൊക്കെ കഴിഞ്ഞു. ഇനിയാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. അതാണ് ഇവൻ. ചെറിയ ചെറിയ പീസുകളായിട്ട് അങ്ങനെ അങ്ങനെ വേണം ഇടാൻ. അവനാണ് നമ്മുടെ പൈനാപ്പിൾ ജാം. ഫ്രൂട്ട്സ് ആയിട്ട് പൈനാപ്പിൾ ഉണ്ടെങ്കിൽ അത് മതി. പക്ഷെ അതില്ല എന്നുണ്ടെങ്കിൽ പൈനാപ്പിളിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇറ്റ്സ് വെരി 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 യമ്മി. അപ്പോൾ എനിക്കത് വളരെ ഇഷ്ടമായി അങ്ങനെ ചെയ്തിട്ട് ഒരു തവണ. അപ്പം അതുകൊണ്ടാണ് അത് നമ്മൾ വീണ്ടും ഇടാം. ലെയറുകളായിട്ട് ഇടുമ്പോൾ ഇത് ഇടാം. പക്ഷെ നമ്മൾ അധികം മധുരം വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ആ ലെയറുകളിൽ ഇടാതെ കേട്ടോ. ഇതുപോലെ ഇതില്ല. മതി മതി മതി. ഒരു കഷ്ണം ഇവിടെ വേണ്ട വേണ്ട വേണ്ട. മധുരം ഉണ്ടല്ലോ. അതെ ഇങ്ങനെയല്ലേ? ഇതിലും കൂടെ സെറ്റ് ചെയ്യട്ടെ എന്നിട്ട് എടുക്കാം. അതെ. കൊച്ചിത് അപ്പയ്ക്കാണോ? മധുരമായതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുക്കുന്നത്. ഞങ്ങൾക്ക് കുറച്ച് മതി. ഈ ഒരു ഗ്ലാസ് ഞാനിപ്പോൾ 2 നേരം കൊണ്ടേ കഴിക്കുള്ളൂ. അത് കാണിച്ചു. അല്ല ഞാൻ കുറച്ച് അതിൽ നിന്ന് എടുത്തോളാം. ഇത് അപ്പയ്ക്ക് കൊടുക്കാം. അപ്പോൾ കുഴപ്പമില്ലല്ലോ. അതെ. അപ്പയ്ക്ക് പപ്പായയുടെ ആളാണ് അപ്പം. പപ്പായ ഉണ്ടെങ്കിൽ അപ്പയ്ക്ക് അത് മാത്രം ഇട്ടാൽ മതി. കുറച്ച് പഴവും അങ്ങനെ നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിൽ വേണേലും ഇതിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അത് ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. മധുരം ഇടാതെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാം. ഡേറ്റ് സിറപ്പ് ഒക്കെ ഒഴിച്ചിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം. എങ്ങനെ വേണമെങ്കിലും. അതെ 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 അതെ. അതൊക്കെ അവനവന്റെ ഇഷ്ടം അല്ലേ? ഈ ഫ്രഷ് ഫ്രൂട്ട്സ് അല്ലാതെ ഡ്രൈ ഫ്രൂട്ട്സ് മാത്രം ഇട്ടിട്ടുണ്ടാക്കാം. മറ്റേ ട്യൂട്ടി ഫ്രൂട്ടി ഒക്കെ ഇട്ടിട്ടുണ്ടാക്കാം. ട്യൂട്ടി ഫ്രൂട്ടി ഇല്ല, ഇവിടെ ഇരിപ്പില്ല. അത് മറന്നുപോയി. ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു തോന്നുന്നു. അപ്പയ്ക്ക് ഇങ്ങനെയാണ് കസ്റ്റമൈസ് ചെയ്യുന്നത്. അങ്ങനെയല്ല, ഇതൊക്കെ വേണം. മുന്തിരിങ്ങൊക്കെ വേണം. അല്ലെങ്കിൽ അപ്പ ചോദിക്കും എനിക്കിത് തന്നില്ലല്ലോ. മരിഞ്ഞത് ഇരിപ്പുണ്ട്. വെറുതെ എന്തിനാ വെച്ചേക്കണം? ഇത് നമുക്ക് 2 പേർക്കും കൂടെ കഴിക്കാം. അത് മതി. ഹെവിയാ. ഞാൻ കുറച്ചിരിക്കുന്നത് വൈകിട്ട് ഇത് കഴിയുമ്പോൾ നിനക്ക് എടുക്കാം. അത് വേണമെങ്കിൽ ഐസ് ക്യാൻഡിയിൽ ഒഴിച്ചു വെക്കാം. എന്നാ അങ്ങനെ ചെയ്തോ. അത് കറക്റ്റ് അതിൽ ഒഴിക്കാനുള്ളതുണ്ട്. കുറവാന്ന് തോന്നുന്നല്ലേ ഇച്ചിരി. ഇത്രയുണ്ട്. അത് മതി, ധാരാളം മതി. അത് ഐസ് ക്യാൻഡിയിൽ ഒഴിച്ചു വെക്കാം. പൈനാപ്പിൾ ആ ഒരു ഫ്ലേവർ വന്നാലുണ്ടല്ലോ ഉഗ്രനാണിത്. അത് പറയാതിരിക്കാൻ പറ്റില്ല. നമുക്ക് സീനാൻറ്റി ഏത് പറഞ്ഞു തന്നെ. നോബിയുടെ സീന. ഞാനിപ്പോ ഇത് എടുക്കുമ്പോ ഇല്ലേ, മീര മുഴുവൻ പൈനാപ്പിൾ ആണല്ലോ. ഇളക്കാനാണെങ്കിൽ ഇതിന് വാവട്ടോ ഇല്ല. അങ്ങനെ കുത്തി അങ്ങനെ അങ്ങ് എടുത്തോ, ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ അത് വാവട്ട ഇല്ലെന്നേ, താഴത്തേക്കൊക്കെ വീഴും. നല്ലതാ. സേമിയ വന്നപ്പോ തന്നെ അതിന്റെ വ്യത്യാസമായി. ഇത് ശരിക്കും എടുക്കുമ്പോ ഇല്ല, ഇങ്ങനെയുള്ളത് എടുക്കുമ്പോ ശരിക്കും ബൗള് തന്നെയാ നല്ല. ഫ്രൂട്ട്സ് എല്ലാം കിടക്കുമ്പോൾ കോരി എടുക്കുമ്പോൾ വിസ്തൃതം വേണം, വാവട്ടം വേണം. ഫ്രൂട്ട്സ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നല്ലതാ. നമ്മളാ പൈനാപ്പിളിൻ്റെ അത് ഇട്ടപ്പോൾ പാകം മധുരമായി. അല്ലെങ്കിൽ ഇച്ചിരി മധുരം കുറവായിരുന്നു. അപ്പയ്ക്ക് കൊടുക്കാം. നല്ലതാ, വളരെ നന്നായിട്ടുണ്ട്. മതി, ഇത് അപ്പയ്ക്ക് കൊടുക്കാം. അപ്പയ്ക്ക് വന്നത് സാധനം കണ്ടോ?
ഞാൻ വിസ്തൃതമുള്ളത് എടുത്തതാണ്. അല്ല അത് കഴിച്ചു. അപ്പക്ക് ഇത്ര വേണ്ട. തണുപ്പതേ ഇല്ല, ലിക്വിഡ് ഫോമിലാണ്. ഈ സാധനം ഇത് ജാമാ, പൈനാപ്പിൾ ജാമിൻ്റെ ഇട്ടേക്കണവള നല്ലതാ മധുരത്തിന് വേണ്ടി. അധികം ഇതിലില്ല. ജാം ഇട്ടപ്പോ നല്ലൊരു ഫ്ലേവർ ആയില്ലേ. ഈ പൈനാപ്പിൾ ജാമാണ് അതിൻ്റെ ടേസ്റ്റ്. അതെ അതെ അതെ, എൻഹാൻസ് ചെയ്ത്. പൈനാപ്പിൾ ഉണ്ടെങ്കിൽ പൈനാപ്പിൾ ഇടുക, ഇല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ഫ്ലേവറിന് ജാം ഇടുക. അല്ല, ജാമാണ് നേരിട്ട് ഇടുന്നതിലും നല്ലത്. നല്ല ഐസ്ക്രീമാണ്, ഫ്രൂട്ട് കസ്റ്റാർഡ്. കാരണം ഈ വേനൽക്കാലത്ത് ഫ്രൂട്ട്സ് കുറച്ച് ഉള്ളിൽ ചെല്ലുമല്ലോ. ബാലൻസ് ഉണ്ടായിരുന്നത് നമ്മൾ ഇതിലൊഴിച്ചു വെച്ചു. ഫുള്ളുണ്ട്. കൊള്ളാട്ടോ അത്. കഴിഞ്ഞു. ഇനി നീ ടേസ്റ്റ് ചെയ്തോ. ഓക്കെ. അങ്ങനെ വീഡിയോ എല്ലാം എടുത്ത് കഴിയണ വരെ ഞാൻ ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ക്ഷമ പിടിച്ചിരുന്നു കേട്ടോ. കാരണം ഇതിൻ്റെ രുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാലല്ലോ, പ്രത്യേകിച്ച് നമുക്ക് ഉച്ച സമയത്തൊക്കെ നല്ല ചൂടുള്ള സമയമല്ലേ, ആ സമയത്ത് ഒരു തണുപ്പ് ഇതുപോലെ നല്ല സർബത്ത് ഫോമിൽ കുടിക്കാൻ കിട്ടുമ്പോൾ ഉള്ളൊരു ഫീലിംഗ് അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. ഇത് മറ്റേ നോർമൽ വാനില ഫ്ലേവേഡ് ആയിരുന്നില്ലല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നല്ലോണം ഈ ഫ്രൂട്ട് കസ്റ്റാർഡിൽ ഉണ്ടായിരുന്നു. അതുകൂടാതെ ആ പൈനാപ്പിൾ ജാമും കൂടി ഇട്ടപ്പോൾ അതിൻ്റെ ഫ്ലേവർ ശരിക്കും അങ്ങ് എൻഹാൻസ് ചെയ്തു, നല്ലൊരു രുചിയായി മാറി. ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിൾ ഫ്രൂട്ടായിട്ട് ഇടുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു വേവിച്ചിട്ട് ഇടേണ്ടി വരുമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അതിൻ്റെ മുള്ളൊക്കെ ഉണ്ടാവുമല്ലോ, ആ ടേസ്റ്റ് കറക്റ്റ് ആവുമോ ഇല്ല. ഇപ്പം അതൊന്നും ഇല്ലാത്ത കാരണം ജാമാണ് നമ്മൾ ഇട്ടത്. പക്ഷെ അപ്പോൾ പറഞ്ഞു ജാം ഇടുന്നതാണ് അതിൻ്റെ രസം. അപ്പോൾ ആ ഒരു ജെല്ലിയുടെ ഫീലിംഗ് ഒക്കെ കിട്ടുമല്ലോ, നമ്മൾ ഈ ഫെലൂഡയൊക്കെ വാങ്ങുമ്പോൾ അതിനകത്ത് ജെല്ലിയൊക്കെ ഉണ്ടാവുമല്ലോ ചിലപ്പോഴൊക്കെ. അപ്പോൾ ആ ഒരു ഫീലിംഗ് ഒക്കെ കിട്ടുമ്പോൾ അതിങ്ങനെ ഇടയ്ക്ക് കഴിക്കാനായിട്ട് രസമാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു ശരിയാണ്, അത് നല്ലതാണ്. ഇത് പല ലെയറുകളായിട്ട് ആ ജാം ഇടുവാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ അതിൻ്റെ ടോപ്പിൽ മാത്രമേ ഇട്ടുള്ളൂ, കാരണം അതിനകത്ത് മധുരം കൂടുതലാണല്ലോ ജാമിൽ. അപ്പോൾ അത് ഒരുപാട് മധുരം ആകണ്ടെന്ന് വിചാരിച്ചു. എത്രയായാലും ഇത് കഴിക്കുമ്പോൾ കുറച്ച് റിച്ച് ആണ്, അപ്പോൾ അതിൻ്റെ കൂടെ വീണ്ടും അഡീഷണൽ കുറേ മധുരം ആവണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിൻ്റെ ടോപ്പിൽ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഓരോ ലെയറിലിടുവാണെങ്കിൽ കുറച്ചും കൂടി നല്ല അടിപൊളിയായിരിക്കും. എനിക്കെന്തായാലും നല്ല ഇഷ്ടമായി. ഞാനത് ആ ഒരു ഗ്ലാസ് ഒറ്റയടിക്ക് കഴിക്കണ്ടെന്നൊക്കെ വിചാരിച്ച് ഇരുന്നേ, അമ്മ ഇത്തിരിയേ കഴിച്ചോളൂ. പക്ഷേ ഞാൻ ആ ഇരുന്ന ഇരിപ്പിൽ അത് മൊത്തം കഴിച്ചു തീർത്തു, അത്രയും രുചിയായിരുന്നു. അപ്പോൾ മാംഗോ കസ്റ്റർഡ് നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇതുപോലെ ബട്ടർ സ്കോച്ച് ഫ്ലേവറും ഉണ്ട്, എനിക്ക് തോന്നുന്നു പിസ്തയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഉള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മാംഗോ കസ്റ്റർഡാണ്.